തൃശ്ശൂരിലെ മറ്റത്തൂർ പഞ്ചായത്തിലേക്ക് വന്നാൽ ഒരു മറ്റത്തൂർ മോഡലായി അതിനെ ചിത്രീകരിക്കാം. കാരണം ആ രീതിയിലുള്ള കൂട്ടുകെട്ട്, അവിശുദ്ധമായ കൂട്ടുകെട്ട് ബി ജെ പിയെ ഭരണത്തിലെത്തിക്കാൻ വേണ്ടി 8 UDF കൗൺസിലർമാർ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനപ്രതിനിധികൾ അവർ അധികാരത്തിലെത്തുന്നതിന് മുൻപ്, സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് തന്നെ രാജിവെക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, രാജിവെച്ച് നേരെ പോകുന്നത് BJP പാളയത്തിലേക്കാണ്. പക്ഷെ അവരത് സമ്മതിക്കാൻ തയ്യാറല്ല. BJP പാളയത്തിലേക്കാണ് തങ്ങൾ പോകുന്നത്. തങ്ങൾ ഇപ്പോഴും കോൺഗ്രസ്സുകാരാണ്. അവിടുത്തെ DCC നേതൃത്വം വേണ്ട രീതിയിൽ ഭരണം നിലനിർത്താൻ ഇടപെട്ടിട്ടില്ല എന്നാണ് ഇവർ ആരോപിക്കുന്നത്. ഏതായാലും രാജിവെച്ച പഞ്ചായത്ത് അംഗങ്ങളെ അയോഗ്യരാക്കാനുള്ള നടപടിയാണ് DCCയും KPCCയും സ്വീകരിക്കുന്നത്. BJPയുമായുള്ള സഖ്യം ചേരലിനെ തുടർന്നുള്ള ശക്തമായ പ്രതിഷേധമാണ് ഈ സംസ്ഥാനത്തെമ്പാടും ഉയർന്നത്. ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കളെങ്കിലും ആ സഖ്യത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സാരംഗ് PS തുടരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നും. സാരംഗ്, ഏത് രീതിയിലുള്ള നടപടിയാണ് തങ്ങൾക്കെതിരെ എടുത്തത് എന്ന് തങ്ങൾക്കറിയില്ല. നടപടിയെടുക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. ഇടപെടൽ ഉണ്ടാകാതിരുന്നത് DCC നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. കോൺഗ്രസ് നേതൃത്വം അവിടെ ഫലപ്രദമായി ഇടപെട്ടിട്ടില്ല. ഭരണം പിടിച്ചു നിർത്താൻ വോട്ട് ചെയ്യണമെന്ന വിപ്പ് നൽകിയില്ല എന്നൊക്കെയാണ് ഒട്ടും നമ്മൾക്ക് കേൾക്കുന്ന ആളുകൾക്ക് പോലും അത് എന്ത് ന്യായമാണ് ഇവർ പറയുന്നത് എന്ന് ആലോചിക്കുന്ന രീതിയിലുള്ള ന്യായീകരണങ്ങളൊക്കെയായിരുന്നു ഇന്നലെ ആ വാർത്താ സമ്മേളനത്തിൽ അവർ നിരത്തിയത്. തീർച്ചയായിട്ടും വളരെ വിചിത്രമായിട്ടുള്ള വാദങ്ങളായിരുന്നു ഇന്നലെ ആ രാജിവെച്ച അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായും അവർ ഉന്നയിക്കുന്നത് ഈ DCC തങ്ങളുടെ കൂടെ നിന്നില്ല, അതായത് പഞ്ചായത്ത് ഭരണം പിടിക്കുന്നതിനും അതുപോലെ തന്നെ മണ്ഡലത്തിലെ മറ്റു പ്രവർത്തനങ്ങൾക്കുമായി BJP അവിടുത്തെ പ്രാദേശിക അംഗങ്ങളുടെ കൂടെ നിന്നില്ല എന്നൊരു കാരണമാണ് ഈ രാജിക്ക് പിന്നിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കാരണങ്ങൾ കൊണ്ടാണ് 8ഓളം വരുന്ന പ്രവർത്തകർ രാജിവെച്ചത് എന്നാണ് പ്രധാനമായും പറയുന്നത്. എന്നാൽ മറ്റൊരു കാര്യം ചിന്തിക്കുന്നത്, ഈ 8ഓളം വരുന്ന പ്രവർത്തകർ അല്ലെങ്കിൽ പഞ്ചായത്ത് അംഗങ്ങൾ രാജിവെച്ച് എന്താണ് പോയത്, അല്ലെങ്കിൽ ആരുടെ പിന്തുണയോടുകൂടിയാണ് ഇത്തരത്തിൽ അധികാരത്തിലേറിയത് എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. വ്യക്തമായിട്ട് ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് BJPയുടെ പിന്തുണയോടെ ഏത് വിധേനയും അധികാരം പിടിക്കുക എന്നത് മാത്രമായിരുന്നു ഈ അംഗങ്ങളുടെ പ്രധാന ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ്, മണിക്കൂറുകൾക്ക് മുൻപ് രാജിവെക്കുന്നതും ഈ രാജിവെച്ച ശേഷം ഇത്തരത്തിൽ BJPയുമായുള്ള സഖ്യം ചേർന്ന് BJPയുടെ 4 അംഗങ്ങളുടെ പിന്തുണ നേടിക്കൊണ്ട് അധികാരത്തിലേറുന്നു.